ബസ് കിടക്കുന്ന ആ ഒരു ലൊക്കേഷനാണ്. അവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്തും. അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ വണ്ടി ഉണ്ടോ എന്ന് നോക്കി തിരിഞ്ഞ് നോക്കി റൈറ്റ് സിഗ്നൽ കാണിച്ച് വലത്തെ കാലൂന്തി തിരിക്കണം. സ്പീഡ് വരുത്തി സെക്കൻഡ് ഉണ്ടാകും. സ്പീഡ് വരുത്തി എന്നിട്ട് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്താം. ഏത് സിഗ്നൽ കാണിച്ച് നിർത്തിയത്? ഏത് കൈ കൊണ്ട് കാണിച്ച സ്റ്റോപ്പ്? ഏത് കൈ കാണിച്ചുള്ളത്? ഇടത്തേക്ക്. കണ്ടോ? ഫെയിലാണ്. ഫോട്ടോ എടുത്തോ. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറായി. ഇത്രയും സ്പീഡൊന്നും വേണ്ട, നിങ്ങൾ പോയാൽ മതി കേട്ടോ. അത് ആൺകുട്ടികളായതുകൊണ്ട് പിന്നെ അത്രയും സ്മാർട്ട് നിങ്ങളത് വേണ്ട. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേടൊക്കെ മതി. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തി പുറകെ വണ്ടി കൊണ്ട് നോക്കിയിട്ട് വേണ്ട 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 നിർത്താൻ നേരത്ത് സ്റ്റോപ്പ്, തിരിക്കുമ്പോൾ റൈറ്റ്. അല്ല നിർത്തിയിട്ട് എടുക്കുമ്പോൾ സിഗ്നലൊന്നും കാണിക്കണ്ട. ഇത്രയായി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞു. ഇപ്പം മാമത്ത് ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റ് നടക്കുന്ന റോഡിൽ വെച്ചാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 4 ഗിയറുകൾ മാറി ഓടിക്കണം. വണ്ടിയെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുമ്പോൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കണം. അതുപോലെ തന്നെ നിർത്തുന്ന എല്ലാ സന്ദർഭങ്ങളിലും സ്റ്റോപ്പ് കാണിക്കണം. വണ്ടിയെ തിരിച്ച് വരുമ്പോൾ ടേൺ ചെയ്യുമ്പോൾ റൈറ്റ് സിഗ്നൽ കാണിക്കണം. കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് നമ്മൾ ചെയ്യണം. അതെല്ലാം ഇവിടെ ശ്രദ്ധിക്കണം. ദേവിക, ബാക്കിൽ ട്രക്കുണ്ട്, അത് പോയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കുഴപ്പമില്ല, എടുത്തോ.
അപ്പോൾ ഓരോ ഗിയറിനും ആവശ്യമായ സ്പീഡ് വരുത്തിയാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വണ്ടിയുടെ ഓവറായിട്ടുള്ള ആക്സിലേറ്റ് വരാൻ പാടില്ല. അവിടെ കൊണ്ട് സ്റ്റോപ്പ് സൈഡിൽ കാണിച്ച് നിർത്തി. അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി കൊണ്ടാൻ തിരിഞ്ഞ് നോക്കി റൈറ്റ് സെക്കൻഡിൽ കാണിച്ച് ഇവിടെ നന്നായിട്ട് സ്പീഡ് വരുന്നതാണ്. ഫസ്റ്റ് ഗിയറിന് ഫുൾ ആക്സിലേറ്റർ കൊടുക്കണം, എന്നിട്ട് വീണ്ടും ഫുൾ ആക്സിലേറ്റർ, ഫുൾ സ്പീഡ്. സ്പീഡ് വേണ്ടത്ര വരുന്നില്ല. ദേവിക ഇപ്പോഴും സ്പീഡ് വരുന്നതിന് മുമ്പേ തേർഡ് ഗിയർ കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ട് സ്വയം നിങ്ങൾക്ക് ക്ലിക്കായാലേ ഓക്കെ ആവുള്ളൂ. പോട്ട് നല്ലൊരു സ്പീഡ് പിടിച്ച ഗിയർ ഇടാം. കാരണം ക്ലച്ച് പിടിച്ച് അത്രയും ദൂരം വണ്ടി തനിച്ച് ഓടണം. അവിടെ ഗിയർ വീണില്ല. ഒന്നും ശരിയാവുന്നില്ല. ദേവികയൊക്കെ ഗിയർ ഇടുന്നതിന് വണ്ടിയുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള ഗിയർ ഇടക്കൊണ്ട് ഒരു ചവിട്ട് നിങ്ങൾ ചവിട്ടി കൊടുക്കുകയാണ്.